നിതിൻ രാജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹപാഠിയാണ്, നമ്മുടെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക്, അതായത് സുതാര്യമായിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഈ കേസ് നമ്മളെ സത്യസന്ധമായിട്ടും അന്വേഷിച്ച് ഇതിലെ നിജസ്ഥിതി എന്താണെന്ന് പുറത്തു വരുന്ന രീതിയിൽ അന്വേഷിക്കണമെന്നും മാനേജ്മെൻറ്റ് അതിനുള്ള എല്ലാ സപ്പോർട്ടും പ്രിൻസിപ്പളാണെങ്കിലും നമ്മുടെ എല്ലാ കോളേജ് ഇതാണെങ്കിലും ഉറപ്പുവരുത്തണമെന്നും, ഇനി ഇതേപോലൊരു നിതിൻ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാവരുത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ആർക്കും ഒരു അച്ഛനും അമ്മയ്ക്ക് ഇതേപോലൊരു അനുഭവം ഉണ്ടാവരുത് എന്നുള്ളൊരു വിങ്ങളോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. ഞങ്ങളിപ്പോൾ യൂണിയൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അനുശോചനമാണ്. കൂടെ ഞങ്ങളുടെ കൂടെ ഇൻറ്റേൺസും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവർ നമ്മുടെ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ നിതിൻ്റെ കേസിലും നമ്മുടെ ഈ സാറുമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ മിസ്മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഹറാസ്മെൻറ്റും അതിൻ്റെക്കെതിരെ നമ്മളിത് ഒരു തീരുമാനം വരുന്നത് വരെ നമ്മൾ എല്ലാവരുടെയും ആ തീരുമാനം വരുന്നവരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് കുട്ടികൾക്ക് അനുകൂലമായിട്ട് എന്ന് നമുക്ക് ഒരു ഉറപ്പ് കിട്ടുന്നോ, അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ ചെയ്യുന്നോ മാനേജ്മെൻറ്റ് ചെയ്യുന്നോ നമുക്കൊരു ഉറപ്പ് വരുന്നോ, അതിനനുസരിച്ച് നമ്മൾ അതുകൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ടുള്ളൊരു ഉറപ്പും അല്ലെങ്കിൽ നമുക്കൊരു കിട്ടുന്നവരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ അനുഭവമായിരിക്കും. നമുക്കിപ്പോൾ നിതിൻ്റെ കാര്യത്തിൽ എന്ത് നടന്നത് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചോളം നിതിൻ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. നമ്മൾ അങ്ങനെ അറിയില്ല. അപ്പോൾ നിതിൻ്റെ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓൺഗോയിങ് ആയതുകൊണ്ടും നമുക്ക് ഇതിനെപ്പറ്റി വേറൊരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അറിയില്ല. അല്ല, നമ്മൾ പോവാതെ ഇരിക്കാനല്ല. നമ്മൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ വീട്ടുകാർ പ്രതികരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സീനിയേഴ്സ് റാഗിങ് ഉണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിദ്യാർത്ഥിയും കൂടി പോയി കഴിഞ്ഞാൽ അവരത് എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നോ അങ്ങനെ. അത് മാത്രമല്ല, നമുക്ക് ആരോപണം എത്രത്തോളം കഴമ്പുണ്ട്, അങ്ങനെ ഏതെങ്കിലും റാഗിങ് ഇവിടെ ഉണ്ടോ, എന്താണ് അവസ്ഥ? നിങ്ങൾക്ക് സീനിയേഴ്സ് ആയിട്ട് ചോദിക്കുന്നത്? അല്ല, നിലവിൽ റാഗിങ് എന്നുള്ളൊരു സംഭവങ്ങളോ സീനിയേഴ്സായിട്ട് ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും വരാറില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. അല്ല, സംഗീത മാം വളരെ കാമായിട്ടുള്ളതും നല്ലൊരു ടീച്ചർ തന്നെയാണ്. അവർ സാധാരണ ഇങ്ങനത്തെ രീതിയിലൊന്നും കുട്ടികളോട് പറയാറില്ല. സാധാരണ കുട്ടികളെ നല്ല രീതിക്ക് തന്നെയാണ് എടുക്കാറുള്ളത്. പരാതിയായിട്ട് പലരും വന്നിട്ടുണ്ട്. ബട്ട് ദെൻ ഇറ്റ് ഗെറ്റ്സ് റിസോൾവ്ഡ്. ആൻഡ് ഇപ്പോഴാണ് പലരും പേടി കാരണം പരാതി പറയാതിരുന്നിട്ടുണ്ട്. മാനേജ്മെന്റിനോട് എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിരുന്നോ? ഞാൻ അറിയുന്നതായിട്ട് അങ്ങനെയല്ല. പക്ഷെ കഴിഞ്ഞ വർഷം കുറെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാനിപ്പോൾ അറിയുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഭയമാണ്. പറയാൻ നിങ്ങൾക്ക് ഇത് തുറന്നു പറയാൻ പേടിയില്ല? നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുന്നുള്ള പേടിയുണ്ടോ? അങ്ങനെ ഇവിടെ എല്ലാവരും പഠിച്ചെങ്ങനെങ്കിലും പാസ്സായി. കാരണം ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുൾ കോഴ്സ്. അപ്പം അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് ബാക്ക് ആവാണ്ട് പഠിച്ച് പാസ്സായി പോകണം എന്നുള്ളതാ. സോ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി കൺസേൺഡ് ആയിട്ട് പലരും കംപ്ലൈന്റ്സ് ആയിട്ട് വരാറില്ല. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇന്റേണൽ മാർക്ക് കുറക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പേഴ്സണലി എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പം അറിയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇതെല്ലാം അറിയുന്നത് ഇതിന് ശേഷമാണ്, ഇൻസിഡന്റിന് ശേഷമാണ്. കാരണം എനിക്ക് ആ കുട്ടീനെ പേഴ്സണലി അറിയില്ലായിരുന്നു. ഈ അധ്യാപകരുടെ പെരുമാറ്റം എങ്ങനെയാണ്? പ്രത്യേകിച്ച് റാം, സംഗീത, ഇവരെക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം. ഞങ്ങൾ അക്കാഡമിക്കലി നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാമാണ്. മാം അങ്ങനെ ചീത്ത പറയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വിഷമാകുന്ന രീതിയിലൊന്നും പറയുന്നതായിട്ട് ഞാനിപ്പോൾ 8 വർഷമായി ഇവിടെ ഇറങ്ങിയിട്ടില്ല. 8 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. 2018 ബാച്ചാണ്. അപ്പം മാമിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ റാം സാറിൻ്റെ വക ഹ്യൂമിലിയേഷൻ അങ്ങനെ പലരും അത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ആ റൂമിൽ ഇരുത്തിയിട്ട് അദ്ദേഹം പേപ്പറുകൾ വലിച്ചെറിയുക, ഇതാണ് നിങ്ങളുടെ മാർഗം, അവള് എന്താ വൈവ കംപ്ലീറ്റ് ആക്കിയില്ല, അവൾ എക്സാം എഴുതില്ല, അങ്ങനെ പല രീതിയിലും പറഞ്ഞ് നമ്മുടെ പേരൻസിനെ ഉൾപ്പെടെ ഇമോഷണലി തളർത്തുന്നുണ്ട്. അപ്പൊ മേ ബി പുള്ളി വിചാരിക്കുന്നത് ഇറങ്ങുമ്പോഴത്തേക്കിനും പേരൻസ് നമുക്കെതിരെ തിരിയുന്നതാണ്. പക്ഷെ ഇറങ്ങി കഴിയുമ്പോൾ പേരൻസ് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പേരൻസിന്റെ സ്റ്റാറ്റസ് എന്താണോ അതിനനുസരിച്ചാണ് പേരൻസിനോട് സംസാരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഓഡിയോയിൽ പുറത്തു വന്ന പോലെ ആളുകളുടെ സാമ്പത്തികാവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തികാവസ്ഥയെ പറ്റി ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ എത്രയാണ് ശമ്പളം കിട്ടുന്നത്, എന്താണ് ജോലി, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്.
കളറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് ജാതിപരമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ആ കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലല്ല, ഞങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആണ്. അപ്പൊ പക്ഷെ ആ കുട്ടി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. കുറെ കുട്ടികൾക്ക് ട്രോമാസ് ഉണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്, എക്സാം എഴുതിപ്പിക്കാത്തൊരു സാഹചര്യം ഉണ്ട്. ഇപ്പൊ മേ ബി അവർ ക്ലാസ്സിൽ വന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിന്നെ എക്സാം എഴുതിപ്പിക്കില്ല, ഇനിയിപ്പോൾ എക്സാമിന് വരുന്നത് എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ജൂനിയർ ആണ്, അപ്പൊ നിന്നെയൊക്കെ ഞാൻ പ്രാക്ടിക്കലി തോൽപ്പിക്കും, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ മോസ്റ്റ്ലി ഇപ്പൊ കമന്റ് ബോക്സ് തന്നെ നോക്കിയാൽ കാണാം, ഓരോ പേഴ്സണലി ഓരോ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്, ഓരോ കുട്ടികൾ അവരവരുടെ അനുഭവം പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണെന്ന് കൂടെ മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും വർഷം ഇതിന്റെ ട്രോമയിൽ കൂടെ കടന്നു പോയിട്ട് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണോന്ന് പോലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കൊരു റിയാലിറ്റി ഉണ്ടാവുന്നത്. ശരിക്കും ഞങ്ങളും അത്ര ട്രോമയിലാണ്. ഈ കുട്ടി മരിക്കുന്നതിന്റെ തലേദിവസം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുത്താലോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ട്രോമയാണോ, ആങ്സൈറ്റി ആണോ, ഡിപ്രഷൻ ആണോ, ഏത് സ്റ്റേറ്റിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് കൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് അഡാപ്റ്റ് ആയി തോന്നുന്നു. മേ ബി നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കുക, അതിന്റെ കാര്യങ്ങളുണ്ട്, സൈൻ കിട്ടാത്തൊരു സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ കുറെ നാളായതുകൊണ്ട് എന്താണെന്ന് കൂടെ മനസ്സിലാവുന്നില്ല. സത്യമായ രീതിയിൽ പറയാമല്ലോ. അപ്പൊ ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ബാച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപറ്റി പറയുമ്പോൾ എനിക്ക് പഠിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി കോളേജ് ഡീനാണ് നമ്മൾ, അക്കാഡമിക് ഡീനാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം കംപ്ലൈന്റ് കൊടുത്തിട്ട് 1 year ആയും തോന്നുന്നു, 3rd ഇയറിലാണ്. അല്ല, അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ലാസ്സിൽ കൊണ്ട് ബോഡി ഷേമിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കംപ്ലൈന്റ് കൊടുത്തതിനെതിരെ അദ്ദേഹം ഭയങ്കര ഇമോഷണലി സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് കൊടുത്തത്, ഞാൻ അങ്ങനല്ലേ പറഞ്ഞെന്നുള്ള രീതി കൊടുത്തിട്ടുണ്ട്. റാമിനെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് ലഭിച്ചിട്ടുണ്ടോ കോളേജ് അധികൃതർ? ഉണ്ട്. 1 year മുന്നേ എനിക്ക് തോന്നുന്നു ജൂനിയർ ഫസ്റ്റ് ഇയർ ബാച്ചിലെ കുട്ടികൾക്ക് ബോഡി ഷേമിങ് കിട്ടിയപ്പം അവരുടെ പേരൻസ് കുഹാസ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് 2 മാസം സസ്പെൻഷൻ കിട്ടിയ ഒരു കാര്യമുണ്ട്. ഇല്ല, നമുക്ക് അതിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇപ്പൊ അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കുമ്പോ നമുക്ക് അതിനെ കുറിച്ച് ഇല്ല. പ്രിൻസിപ്പൽ ഇപ്പൊ വന്നതേ ഉള്ളൂ, അദ്ദേഹത്തിന് അതിനെ പറ്റി മേ ബി കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം 3 മാസം ആയതേ ഉള്ളൂ വരുമ്പം. നമ്മൾ ഇന്ന് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും കുറെ കുട്ടികളുടെ കയ്യിൽ നിന്ന്, ഇപ്പൊ ഫസ്റ്റ് ഇയർ തൊട്ട് ഇന്റേൺഷിപ്പ് വരെയുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് കംപ്ലൈന്റ് വാങ്ങിയിട്ട് നമ്മൾ പ്രിൻസിപ്പലിനടുത്ത് ഏതൊക്കെ സ്റ്റാഫിന്റെ കാര്യമുണ്ടോ അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അതിന് നടപടി എടുക്കുന്നിടം വരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ക്ലാസ്. അവന് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. വിദ്യാർത്ഥികളെ ഇതിനപ്പുറത്തേക്കുള്ള കുട്ടികൾ സമാനമായി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. ഉണ്ട്. കുറെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റാഫ് റൂമിനകത്തും ക്ലാസ്സിലൊക്കെ നടക്കുന്നത്? എല്ലാ ക്ലാസ്സിലും അദ്ദേഹം ഇതുപോലെ തന്നെ എല്ലാരും ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. ഫിസിക്കലിയും ചെയ്യാറുണ്ട്. അതായത് തലയിലടിക്കുക, ഇപ്പം മുടി വളർന്നിട്ടുണ്ടെങ്കിൽ മുടിയിൽ പിടിക്കുക, താടി ഉരച്ച് നോക്കുക. ഇനിയിപ്പോൾ മുടി കുറച്ച് കൂടി താടി എന്തെങ്കിലും ഉരയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 200-500 വെച്ചിട്ട് ഫൈൻ കൊടുക്കുക. അല്ല, ബോയ്സിന് ചെയ്യുക. പിന്നെ ചെവിക്ക് പിടിക്കുക, പെടലിക്ക് അടിക്കുക. പിന്നെ ഒരു കംപ്ലൈന്റ് പോയ ശേഷം ഗേൾസ് ആണ് കംപ്ലൈന്റ് കൊടുത്തത്, ഫിസിക്കൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജൂനിയർ കുട്ടികൾ. അപ്പൊ അതിനുശേഷം ഫിസിക്കലി പുള്ളി ചെയ്യുന്നില്ല, പക്ഷെ ബോയ്സിനെ കൊണ്ട് ഗേൾസിനെ അടുപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെ ഞാൻ ക്ലാസ്സിൽ പ്രസന്റ് ആയ ടൈമിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുക, ഷൂട്ടിൽ അടുപ്പിക്കുക, കയ്യില് തലയില്. രാം സാറ് പിന്നെ ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട്. അവിടെ ഫിസിക്കലി ഫിറ്റ് ആയ ആൾക്കാരെ പോലും ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ അത് അവിടെ താമസിക്കുന്ന കുടുംബം ആരംഭിച്ചിട്ടുണ്ട്. അത് ശരിയാണോ? അങ്ങനെ അത് ബോയ്സ് ഹോസ്റ്റലിലെ കാര്യമാണ്. അതിനെ പറ്റി വ്യക്തമായിട്ടുള്ള കാര്യമൊന്നും അറിയില്ല. അതിപ്പോ രാം സാറിനെ പറ്റിയിട്ടാണ് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളി സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള സ്റ്റാഫ്സിനൊന്നും, പുള്ളി സീനിയർ സ്റ്റാഫാണ്, HOD ആണ്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ജൂനിയർ സ്റ്റാഫിനൊന്നും സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ല, അവർ സംസാരിക്കില്ല. അപ്പൊ സാറ് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് എതിർത്ത് പറയും? മാമിനെ പറ്റിയിട്ട് അങ്ങനെ ഇതുവരെ ഒരു കുട്ടികളും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ഗ്രാജുവേഷൻ ഡേക്ക് പോലും എല്ലാ കുട്ടികളും സംഗീത മാമിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. മേ ബി മാം ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ യൂഷ്വലി അത് ഉള്ളതാണ്. ഇപ്പൊ നമുക്കിപ്പോ ഇത്ര ഒരു സാറ് സംസാരിക്കുമ്പോൾ എങ്ങനെ തിരിച്ചു പറയാൻ പറ്റും? അപ്പൊ മാം സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം.
മാമിനെ പറ്റി അധികം കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഈ